സദൃശവാക്യങ്ങൾ അധ്യായം 8. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ജ്ഞാനം വിളിച്ചു പറയുന്നു, വിവേകം അതിൻ്റെ ശബ്ദം ഉയർത്തുന്നു. അത് ജ്ഞാനം വഴിയരികെ ഉയരമുള്ള സ്ഥലത്ത് നിൽക്കുന്നു. അത് പടിവാതിൽക്കലും നഗരവാതിൽക്കലും നിന്നുകൊണ്ട് പ്രഘോഷിക്കുന്നു. മർത്യരെ, നിങ്ങളെ ഞാൻ വിളിക്കുന്നു. എൻ്റെ ശബ്ദം മനുഷ്യപുത്രന്മാരോടാകുന്നു. അല്ലയോ ഭോഷന്മാരെ, ജ്ഞാനം എന്തെന്ന് മനസ്സിലാക്കുക. മൂഢന്മാരെ, തിരിച്ചറിവുള്ള ഹൃദയമുള്ളവരാകുവിൻ. കേട്ടാലും ഞാൻ വിശിഷ്ടമായ കാര്യങ്ങൾ സംസാരിക്കും. എൻ്റെ അധരങ്ങൾ തുറക്കുന്നത് ശരിയായ കാര്യങ്ങൾക്കായിരിക്കും. എന്തെന്നാൽ എൻ്റെ വായ സത്യം സംസാരിക്കും. വ്യാജം എൻ്റെ അധരങ്ങൾക്ക് വെറുപ്പാകുന്നു. എൻ്റെ വായിൽ നിന്നുള്ള സർവവചനങ്ങളും നീതിയുള്ളതാകുന്നു. അവയിൽ വക്രതയും വഴി തെറ്റിയതും ആയ ഒന്നുമില്ല. അവയെല്ലാം തിരിച്ചറിവുള്ളവന് സ്പഷ്ടമാണ്. അറിവിനെ കണ്ടെത്തുന്നവർക്ക് അത് സത്യമായുള്ളതാകുന്നു. വെള്ളിയേക്കാൾ അധികമായി എൻ്റെ പ്രബോധനവും പൊന്നിനേക്കാൾ കൂടുതലായി അറിവും പ്രാപിപ്പിൻ. എന്തെന്നാൽ അത് സ്വർണത്തിലും വിശിഷ്ടം. വിജ്ഞാനം രത്നത്തേക്കാൾ ശിഷ്ടമത്രേ. ഒന്നും അതിനോട് സാമ്യപ്പെടുത്താവുന്നതുമില്ല. വിജ്ഞാനമാകുന്ന ഞാനാണ് സൂക്ഷ്മബുദ്ധിയെ നിർമ്മിച്ചത്. അറിവും ആലോചനയും എനിക്കുണ്ട്. ദൈവഭക്തി തിന്മയെ വെറുക്കുന്നു. നിഗളം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ് എന്നിവ ഞാൻ വെറുക്കുന്നു. ആലോചനയും പരിജ്ഞാനവും എൻ്റേതാകുന്നു. ഞാൻ വിവേകമാകുന്നു, എനിക്ക് ശക്തിയുണ്ട്. രാജാക്കന്മാർ ഭരണം നടത്തുന്നതും നീതി നടത്തുന്നതും ജ്ഞാനം മുഖാന്തരമാണ്. ഞാൻ മുഖാന്തരം തന്നെയാണ്. രാജകുമാരന്മാരും പ്രഭുക്കന്മാരും ഭൂമിയിലെ സർവന്യായാധിപന്മാരും ഭരണം നടത്തുന്നത്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും. എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. സമ്പത്തും ബഹുമാനവും എൻ്റെ കൈവശമുണ്ട്. അതേ, ശാശ്വത സമ്പത്തും നീതിയും എൻ്റെ ഫലം പൊന്നിലും ഓര തങ്കത്തിലും മേൽത്തരവും എൻ്റെ ആദായം വിശിഷ്ടമായ വെള്ളിയിലും മെച്ചവുമാകുന്നു. ഞാൻ നീതിയുടെ പാതയിൽ കൂടെയും ന്യായത്തിൻ്റെ വഴിയിലും നടക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ പ്രത്യാശ അവകാശമായി കൊടുക്കും. ഞാൻ അവരുടെ ഭണ്ഡാരങ്ങൾ നിറയ്ക്കും. ദൈവം പണ്ടേയുള്ള തൻ്റെ പ്രവൃത്തികൾക്ക് മുമ്പേ തൻ്റെ നടപടിയുടെ ആരംഭമായി എന്നെ, അതായത് ജ്ഞാനത്തെ ഉളവാക്കി. ഞാൻ പുരാതന കാലം മുതൽ തന്നെ, ആദിയിൽ തന്നെ, ഭൂമിയുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴിയിലില്ലാതിരുന്നപ്പോൾ തന്നെ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ, പർവ്വതങ്ങൾ സ്ഥാപിക്കപ്പെടുന്നതിനു മുമ്പേ, അതേ, കുന്നുകൾ ഉണ്ടാകുന്നതിനു മുമ്പേ ഞാൻ ജനിച്ചിരിക്കുന്നു. താൻ ഭൂമിയെയോ വയലുകളെയോ ഭൂമിയിലെ പൂഴിയുടെ ഉത്തരത്തെയോ ഉണ്ടാക്കുന്നതിനു മുമ്പ് തന്നെ താൻ ആകാശത്തെ ഒരുക്കിയപ്പോൾ ജ്ഞാനം അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിൻ്റെ ഉപരിഭാഗത്ത് വൃത്തം നിർമ്മിച്ചപ്പോഴും അവൻ മുകളിൽ മേഘങ്ങളെ സ്ഥാപിച്ചപ്പോഴും ആഴത്തിൻ്റെ നീരുറവുകളെ
ശക്തിപ്പെടുത്തിയപ്പോഴും അവൻ സമുദ്രത്തോട് അത് തൻ്റെ ആജ്ഞയ്ക്ക് അപ്പുറം കയറരുത് എന്ന് കൽപ്പന കൊടുത്തപ്പോഴും അവൻ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ നിശ്ചയിച്ചപ്പോഴും അപ്പോഴെല്ലാം ഞാൻ അവൻ്റെ അടുക്കൽ വളർത്തപ്പെട്ടത് എന്ന വിധത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ പ്രതിദിനം അവൻ്റെ പ്രമോദമായിരുന്നു. അവൻ്റെ സന്നിധിയിൽ ഞാൻ ആനന്ദിച്ചുമിരുന്നു. അവൻ്റെ ഭൂതലത്തിൽ ജനങ്ങൾ ആദരിക്കപ്പെട്ട് ഞാൻ എൻ്റെ ആനന്ദം മനുഷ്യപുത്രന്മാരോടുകൂടി ആയിരുന്നു. ആകയാൽ എൻ്റെ മക്കളെ, ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ എൻ്റെ വഴികളെ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഉപദേശം കേൾപ്പിൻ, ജ്ഞാനം പ്രാപിപ്പിൻ, അതിനെ നിരസിക്കരുത്. എന്നെ ചെവിക്കൊള്ളുകയും എൻ്റെ പടിവാതിൽ പ്രതിദിനം കാത്തുകൊള്ളുകയും എൻ്റെ കട്ടിളപ്പടികളിൽ കാവൽ ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനല്ലോ കണ്ടെത്തുന്നത്. അവൻ ദൈവത്തിൽ നിന്നുള്ള ആനുകൂല്യം പ്രാപിക്കുമെന്നാൽ എനിക്കെതിരായി പാപകർമ്മം ചെയ്യുന്നവനോ അവൻ്റെ സ്വന്തം പ്രാണനെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്. എന്നെ ദേഷിക്കുന്നവരെല്ലാം മരണത്തെ അത്രേ സ്നേഹിക്കുന്ന ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.